ഇന്നിപ്പോൾ പൊങ്കാല ആയതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി നല്ലതാവാനും അവർക്കൊരു നല്ല ബുദ്ധി തോന്നിക്കാനും വേണ്ടിയിട്ട് നമ്മളിതാ പൊങ്കാല ഇടുകയാണ്. അതിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹോദരിമാരുണ്ട്, അമ്മമാരുണ്ട്, എല്ലാവരും ചേർന്നിട്ട് നമ്മളിതാ പൊങ്കാല ഇടുകയാണ്. അങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറക്കട്ടെ എന്നുള്ളൊരു പ്രത്യാശയിലാണ് ഞങ്ങൾ. നമ്മളിവിടെ 530/2019 എന്ന PSC വിജ്ഞാപനത്തെ തുടർന്ന് പോലീസ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ്. നമ്മുടെ ലിസ്റ്റ് വന്നത് കൊറോണ എല്ലാം കഴിഞ്ഞിട്ട് അറൗണ്ട് 4 വർഷം എടുത്തിട്ടാണ് നമ്മുടെ ലിസ്റ്റ് നിലവിൽ വന്നിരുന്നത്. 2023 ഏപ്രിൽ 13 നമ്മുടെ ലിസ്റ്റിൽ നിലവിൽ വരുന്നത്. അപ്പോൾ 2024 ഏപ്രിൽ 12 വരെ നമ്മുടെ ലിസ്റ്റിൻ്റെ കാലാവധിയുള്ളൂ. കഴിഞ്ഞ 10 മാസങ്ങളായിട്ട് നമ്മൾ കാണാത്ത മന്ത്രിമാരില്ല, രാഷ്ട്രീയ നേതാക്കളില്ല, എല്ലാ സംഘടനകളെയും കണ്ടിട്ടും നമ്മുടെ ലിസ്റ്റിൽ നിന്നും തുച്ഛമായ ഒരു 21% നിയമനം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. 7 ബറ്റാലിയനിൽ ചേർത്തിട്ട് 13,000 പേരാണ് ലിസ്റ്റിൽ 13,900 പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിലൊരു 2,500 പേരെ നിയമനം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. മൊത്തം അഡ്വൈസ് പോയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4,000 അതിൽ 1,500 എന്ന് പറയുന്നത് ജോലി കിട്ടിയിട്ടും മറ്റു പല ജോലികളിലേക്ക് മാറിപ്പോയ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ 21% മാത്രം നിയമനം നടന്ന ഈ ലിസ്റ്റിന് ഇനി കാലാവധി വെറും 50 ദിവസമാണുള്ളത്. അപ്പോൾ ഇതുവരെയ്ക്കും കണ്ണു തുറക്കാത്ത ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ 13 ദിവസങ്ങളായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ രാപ്പകൽ സമരം, അനിശ്ചിതകാല സമരം തുടർന്ന് വരികയാണ്. നാളിതുവരെയൊക്കെ ആയിട്ട് അവർ ചർച്ചയ്ക്ക് വിളിക്കുകയോ നമ്മുടെ കാര്യം എന്താണെന്ന് ചോദിച്ചറിയോ ഇതുവരെയ്ക്കും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ, പോലീസ് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഫെബ്രുവരി 12 മുതൽ അനിശ്ചിതകാല സമരത്തിൽ ഏർപ്പെട്ട് വരികയാണ്. ഇന്നിപ്പോൾ പൊങ്കാല ആയതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി നല്ലതാവാനും അവർക്കൊരു നല്ല ബുദ്ധി തോന്നിക്കാനും വേണ്ടിയിട്ട് നമ്മളിതാ പൊങ്കാല ഇടുകയാണ്. അതിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹോദരിമാരുണ്ട്, അമ്മമാരുണ്ട്, എല്ലാവരും ചേർന്നിട്ട് നമ്മളിതാ പൊങ്കാല ഇടുകയാണ്. അങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറക്കട്ടെ എന്നുള്ളൊരു പ്രത്യാശയിലാണ് ഞങ്ങൾ. നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ ജീവച്ഛവായിട്ട് കിടന്നു, കഴിമരത്തിൽ തൂങ്ങിയാടി, എന്നിട്ട് ഇതുവരെയ്ക്കും കണ്ണ് തുറന്നിട്ടില്ല. ഗവൺമെൻറ് എന്തിനാണ് നമ്മളടുത്ത് ഇത്ര അവഗണന എന്നറിയത്തില്ല. അതിലേറ്റവും കൂടുതൽ പ്രധാനമെന്ന് പറയാൻ ഇപ്പോൾ സാമ്പത്തിക സ്ഥിതിയാണെങ്കിൽ നമ്മുടെ ലിസ്റ്റിന് എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എന്നാൽ കൂടിയും ഗവൺമെൻറ് ചെയ്തതെന്ന് പറഞ്ഞാൽ പോരാതിന് 2 എക്സാം അധികം വിളിച്ചിട്ടുണ്ട്. 2022 പോലീസ് നോട്ടിഫിക്കേഷൻ ഉണ്ട്, 2023 PSC പോലീസ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മളിൽ നിയമനം നടക്കുന്നില്ല. എന്നിട്ട് കൂടിയാണ് ഗവൺമെൻറ് 2022-ലും 2023-ലും പോലീസ് നോട്ടിഫിക്കേഷൻ വിളിച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ലിസ്റ്റിൽ നിന്ന് മാക്സിമം നിയമനം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നമുക്കിനി വെറും 50 ദിവസങ്ങളേ ഉള്ളൂ. ഈ 50 ദിവസം എന്തായാലും ലിസ്റ്റ് തീരുന്നവരേക്കും നമ്മൾ ഇവിടെ തന്നെ സമരത്തിൽ തുടരുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് പോകും തോറും ഇനി അനിശ്ചിതകാലം സമരത്തിൽ നിന്ന് മാറി നിരാഹാര സമരത്തിലേക്ക് കടക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.